പുത്തൻപള്ളി ഭാഗത്ത് 90% മഴ. ലിയോസ് മൺസൂൺ ധമാക്ക. ശനി ഞായർ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ ഡിസ്കൗണ്ട്. 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. സ്മാർട്ട് പ്ലാനിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണ്ണം വാങ്ങാവുന്ന സേവിംഗ്സ് പ്ലാനുകൾ ജൂലൈ 31 വരെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വിഭവത്തിലെ ചെറുനാരങ്ങയിൽ നീര് കുറഞ്ഞതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ ഹോട്ടൽ ഉടമയെയും തൊഴിലാളികളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രംഗത്ത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അത്താണി മിണാലൂരിന് സമീപമുള്ള സെലക്ട് ദർബാർ ഹോട്ടലിലെ ഉടമയ്ക്കും തൊഴിലാളികൾക്കുമാണ് ചൊവ്വാഴ്ച ക്രൂരമായി മർദ്ദനമേറ്റത്. ഹോട്ടൽ ഉടമയായ സുഹൈബിന് അക്രമികളുടെ ബാറ്റ് കൊണ്ടുള്ള ആക്രമണത്തിൽ പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. ജീവനക്കാർക്കെതിരെയും മർദ്ദനമുണ്ടായി. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയില്ലെന്നും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഈ വടക്കാരഞ്ചേരി KHR യൂണിറ്റിൽപ്പെട്ട ഹോട്ടൽ സെലക്ട് എന്ന ഹോട്ടൽ, ദർബാർ എന്ന ഹോട്ടലിൽ അനധികൃതമായി പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങളിൽ ഒരു നാരങ്ങ കൊടുത്തതിൽ നീര് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഗുണ്ടായുസം കാണിക്കുന്ന ഒരു ഏർപ്പാട് ഇന്നലെ വൈകിട്ടുണ്ടായി. അവിടെ അതിൻ്റെ ഓണർ ഉൾപ്പെടെ, അതുപോലെ അവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ മൃഗീയമായി മർദ്ദിക്കുകയും അവരുടെ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവിളിത്തടിച്ചുകൊണ്ട് 3 പല്ല് വരെ പോവാവുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു സാധാരണ സംഭവമായിട്ട് KHR കാണുന്നില്ല. KHR സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയും അതിനെ ശക്തമായി പ്രതിഷേധിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം, ഹോട്ടലുകാരെ സംബന്ധിച്ചോളം കാലത്ത് 4 മണി മുതൽ വൈകിട്ട് 10 മണി അല്ലെങ്കിൽ 12 മണി വരെ തുറന്നിരുന്നുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളും, അതായത് ആൾക്കാർക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് ഏത് സമയത്തും ആർക്കും വന്നു കയറി എന്തും ചെയ്യാമെന്നുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇത് മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസും ഞങ്ങളോട് സഹകരിക്കണം. ഇത് മേലാക്കാൻ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ KHR, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് അവർ ആസ്പത്രിയിലാണ്. ആസ്പത്രിയിൽ ഞങ്ങൾ അവരെ കണ്ടു. അതിനുശേഷം കട സന്ദർശിച്ചു. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർ ഈ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും രാത്രിയും പകലും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര സെക്യൂരിറ്റി നൽകാനായിട്ട് സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസും സഹായിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടലുകൾക്കും ശക്തമായ രീതിയിൽ അവർക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാക്കണം. ഈ പ്രതികളെ കണ്ടെത്തുകയും പ്രതികളെ കണ്ടെത്തി അതിൻ്റെ എല്ലാ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ നീതി, ഈ ഹോട്ടൽ ഉടമയ്ക്കും സംഘടനയ്ക്കും നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഹോട്ടൽ ഉടമയ്ക്കും തൊഴിലാളികൾക്കും നേരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് KHR സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേംരാജ് പറഞ്ഞു. സംസ്ഥാനത്തെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമെതിരായി നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഭരണകൂടം സംരക്ഷണം നൽകണമെന്നും അല്ലാത്തപക്ഷം സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയ്ക്ക് മറ്റു സംഘടനകളെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ സംഘടന KHR ഇന്നലെ നടന്ന അനിഷ്ട സംഭവം, അത്താണിയിൽ പ്രവർത്തിക്കുന്ന സെലക്ട് ദർബാർ ഹോട്ടലിൽ സാമൂഹ്യ വിരുദ്ധരെ വരികയും അവിടുത്തെ ഉടമയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 പല്ലാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. പല്ലടിക്കുന്നത് വധശ്രമമാണ്. ഹോട്ടൽ ഉടമകൾ എന്ന് പറയുന്നത് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിതത്തിന് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ്. ഇന്നലെ നടന്ന അനിഷ്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയ്ക്ക്
മറ്റ് വ്യാപാര സംഘടനകളെ കൂട്ടി ചേർത്തുകൊണ്ട് വ്യാപാര മേഖലയിൽ ഇന്നുള്ള ഈ സാമൂഹ്യദ്രോഹികളുടെ കടന്നുകയറ്റത്തെ അധിക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ അവർ മാതൃകാപരമായി ശിക്ഷിച്ച് അവർ മറ്റുള്ളവർക്ക് പോലും, കാരണം നാളെ ഒരു ഹോട്ടൽ ഉടമയ്ക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാവാൻ പാടില്ല. സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ മേഖലയ്ക്ക് സംരക്ഷണം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സംരക്ഷണം തരാൻ ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും ബാധ്യസ്ഥരുമാണ്.